ഹലോ, വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് മീ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാംഗോ ഐസ്ക്രീം ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മിൽക്ക് മെയ്ഡോ വിപ്പിംഗ് ക്രീമോ ഒന്നും വേണ്ട. കാണാൻ നല്ല ഭംഗിയുള്ള, കഴിക്കാനായിട്ട് നല്ല ക്രീമി സ്ട്രക്ചറിലുള്ള മാംഗോ ഐസ്ക്രീം ആട്ടോ നമ്മളിവിടെ തയ്യാറാക്കി എടുക്കാൻ പോണേ. വെറും 3 ചേരുവകൾ മാത്രം മതി ഇട്ടോ അതിന്. ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം തന്നെ പഴുത്ത 3 മാങ്ങ തോല് കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 3 മാങ്ങ ഇവിടെ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതാക്കി മുറിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ അപ്പോൾ നമ്മളെല്ലാം വാങ്ങി ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 3 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയോ ആട്ടപ്പൊടിയോ എന്ത് വേണേലും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തണുത്ത പാൽ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായി അലിയിച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അര ലിറ്റർ പാലാണ്. ഇനി നമുക്ക് ഇത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കോൺഫ്ലോറിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറുകി വരുന്നുണ്ട്. നമ്മളിത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇത് നമുക്ക് നന്നായി തണുത്ത് വരണം കേട്ടോ. അതുകൊണ്ടാട്ടോ മാറ്റി വെക്കണേ. അപ്പം നമ്മുടെ കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ് നന്നായി ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ തന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഈ മാംഗോ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി
ഇനി നമുക്ക് ഇതിലേക്ക് 2-3 സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായൻ്റെ പൊടി ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്കിത് നന്നായി അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ അടിച്ചു വെച്ച ആ ഒരു മിക്സ് നമുക്ക് ഐസ്ക്രീം ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് നന്നായി ലെവൽ ആക്കി കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നും കൂടി എടുത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒന്നും കൂടി ഫ്രീസറിലേക്ക് വെക്കണേ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി മിക്സിയിലിട്ട് അടിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഒന്നും കൂടി അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ട്രേ തന്നെ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് കുറച്ച് മൊഞ്ച് കൂട്ടാൻ വേണ്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് പഴുത്ത മാങ്ങ ചെറുതാക്കി മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് ക്യാഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ആൽമണ്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഐസ്ക്രീം ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മാംഗോ ഐസ്ക്രീം അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ കുക്കു വിത്ത് മീ. ബൈ ബൈ.